കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു തകർപ്പൻ മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നിങ്ങളാരും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതായി കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ മെയിനായിട്ട് ഇതിന് വേണ്ടത്. ഇത് 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ളത്. വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ മതിയാവും. പിന്നെ ഒരു 7-8 ചെറുതാണെങ്കിൽ വെളുത്തുള്ളി. ഇത്രയൊക്കെ വണ്ണത്തിലാട്ടോ ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ളത്. അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചെറുതായിട്ടൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് മുട്ടക്കറിയല്ലേ, അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം, 2 ചോയ്സ്. അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ സ്പൈസസ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഒരു കറുവപ്പട്ട ഒടിച്ച് വെച്ചതാണ് കേട്ടോ ഇതിലുള്ളത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും 2 ഏലക്ക ചതച്ചതും 4-5 കറയാമ്പൂ. ഇത്രയാണ് ഞാൻ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് കരിച്ച് കളയരുത്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ആ വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കുക. ഈ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ബേസായിട്ട് വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ വൈറ്റ്, അത് കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് മുഴുവനുള്ള വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടുണ്ട്, അതും പച്ചമുളക് ഒന്ന് 2ആയിട്ടൊക്കെ ഒടിച്ചിട്ടിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതായത് ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം, ഒരുപാടല്ല, നൈസായിട്ട്. അപ്പോൾ ഈ സവാളയുടെ ഒരു പിങ്ക് കളർ മാറിയിട്ട് ഒരു പീച്ച് കളറിലേക്ക് വരും. ഈ കാണുന്നില്ലേ, ഈ ഒരു കളർ വരുമ്പോഴേക്കാണ് നമുക്ക് ഇതിലേക്ക് മസാല കൂട്ടിട്ട് കൊടുക്കാനുള്ളത്, പൊടികൾ ഇടാനുള്ളത്. പൊടികൾ എന്ന് പറയാൻ അധികമൊന്നുമില്ല, കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇടാൻ പോകുന്നതെന്ന്. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ, ഒരു മീഡിയം ഫ്ലെയിം വരെ വയ്ക്കാവുള്ളൂ, ഹൈ ഫ്ലെയിം വയ്ക്കരുത്. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മാത്രം, അതുകൂടി ചേർത്ത് കൊടുക്കുക. വേറെ ഒരു പൊടികളും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. എരിവ് നല്ലപോലെ എരിവുണ്ടാവും. അതുപോലെ തന്നെ ഓവറായിട്ടുള്ള പൊടികളൊന്നും ചേരാനുമില്ല. ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സവാളയുമായിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഇതൊന്ന് ചൂടായി വരും. അത്രമാത്രമേ ചെയ്യാവുള്ളൂ. എന്നാലാണ് കറിക്ക് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മാത്രം ചെയ്യാം. ഇതിനി ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഒരു പ്രത്യേക പരുവത്തിൽ അരച്ചെടുക്കാനുള്ളതാണ്. ആക്ച്വലി 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പൊറോട്ടയും മുട്ടക്കറിയും ചോദിച്ചപ്പോൾ കിട്ടിയ ഒരു കറി ഇതാണ് കേട്ടോ. അന്ന് തൊട്ട് ഞാൻ വീട്ടിലെന്നും മിക്കവാറും ഈ കറി ഉണ്ടാക്കും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കറി, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പം നമ്മുടെ ഈ മസാലയൊക്കെ തണുത്ത് വരുന്ന സമയത്ത് മുട്ട ഒന്ന് തൊലിയൊക്കെ പൊളിച്ചെടുക്കാനുള്ളൊരു ടൈമൊക്കെ കിട്ടും. അപ്പോഴേക്കും ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഈ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓവറായിട്ടൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഈ സവാള മസാലയുടെയൊക്കെ താഴത്തെ ഭാഗത്ത് മാത്രം വെള്ളം നിൽക്കുന്ന രീതിയിൽ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തണുത്തിട്ട് മാത്രം അടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് ചാടി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് തണുക്കാൻ പറഞ്ഞത്. ഇപ്പം അരച്ചെടുക്കുമ്പോൾ ഒരുമാതിരി അരയണം, എന്നാൽ ഒരുപാട് വെണ്ണ പോലെ അരയരുത്, ഒട്ടും അരയാതെ ഇരിക്കരുത്. ഈ ഒരു പരുവായിരിക്കണം. ഇങ്ങനത്തെ ഒരു ടെക്സ്ചറിലായിരിക്കണം ഇതിൻ്റെ ഗ്രേവി ഉണ്ടാവേണ്ടത്. നല്ല എരിവുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ ഈ കളറ് കാണുന്നുണ്ടെങ്കിലും പച്ചമുളകും കുരുമുളകും നല്ല ഫൈനായിട്ട് ഇതിനകത്ത് അരഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ മസാല വഴറ്റിയ പാത്രം ഉണ്ടല്ലോ, അത് തന്നെ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ സമയത്ത് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അത് മിക്സിയുടെ അകത്തുള്ള വെള്ളം ഗ്രേവി എല്ലാം കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പാകപ്പെടുത്തിയിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതേപോലെ തന്നെ വെള്ളവും. ഇനി പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. എത്രയാണോ വേണ്ടത് അത്ര ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കൂടാതെ 2 ടിപ്സ് ഉണ്ട്. ഈ പഞ്ചസാര കാണിക്കുന്നില്ലേ, ഇത്രയും പഞ്ചസാര ചേർക്കുക. ഞാൻ ഒരു നുള്ളെന്ന് പറയുന്നില്ല, കാര്യം ഒരു നുള്ളെന്ന് പറയുമ്പോൾ ചിലർ വളരെ അധികം അങ്ങ് നുള്ളിയെടുക്കും, അത് കറീനെ നശിപ്പിച്ച് കളയും. അപ്പം ഇത്രയും ഇടാവുള്ളൂ, ഏതാനും തരികൾ. അതേപോലെ തന്നെ ഇത്രയും ചെറുനാരങ്ങ. ഇത് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നത് ഓവർ ആവരുത്. ഈ 2 സാധനം, ഇത് ടിപ്സാണ്. അതായത് പഞ്ചസാരയും ചെറുനാരങ്ങയും, ഇത് രണ്ടും ഈ കറീനെ ഡബിൾ ചെയ്യിപ്പിക്കാനുള്ള ടേസ്റ്റ്. അത് കൂടി പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് നേരെ തല കീഴ്മേൽ മറിഞ്ഞു പോകും. അപ്പം ഒരു 7-8 തുള്ളി
ചെറുനാരങ്ങയുടെ ജ്യൂസ് മാത്രം കിട്ടുന്ന രീതിയിൽ മാത്രം ഇടുക. എന്നിട്ട് കറി നന്നായിട്ടൊന്ന് ബോയിലാക്കുക. ഓവർ ഫ്ലെയിം വയ്ക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല എരിവുണ്ടാവും, കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെ എരിവുണ്ടാവും. വളരെയധികം നല്ലൊരു രുചിയുള്ള കറി തന്നെയാണിത്. പിന്നെ നല്ല സ്മെല്ലും ഉണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് മുളക് പൊടി കാര്യങ്ങളൊന്നുമില്ല, അധികം മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല, പിന്നെ തേങ്ങ അരച്ചിട്ടില്ലാത്ത ഒരു കുറുമ തന്നെയാണിത്. അപ്പോൾ അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ചെയ്യാണ്. ഇതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ഇടുന്നില്ല, വേറൊരു വീഡിയോയിലായിട്ട് ഞാൻ ഇട്ട് തരാം കേട്ടോ. ഇതൊരു ഫ്ലവർ ഷേപ്പിലൊക്കെ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പം വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് വരുന്നുണ്ട്, പുറകെ ഉണ്ടാവും. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇപ്പം ഇല്ല. അപ്പം ഈ ഒരു വെള്ളയപ്പത്തിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ മുട്ടക്കറി ഭയങ്കര മാച്ചായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും കൂടെയും ഒക്കെ പത്തിരിയുടെ കൂടെയൊക്കെ മാച്ചാവുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കി കാണിച്ചത്. ആ മുട്ടക്കറി ഞാൻ അന്ന് റെസ്റ്റോറൻറ്റിലിരുന്ന് കഴിച്ചിട്ട് വീട്ടിൽ വന്ന് ട്രൈ ചെയ്തതാണ്. ഇപ്പം മിക്കവാറും ഈ കറി ഉണ്ടാക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയേറെ രുചിയുള്ളൊരു കറിയാണ്. പിന്നെ ആ റെസ്റ്റോറൻറ്റുകാർ എങ്ങനെയൊക്കെയാണോ അത് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ടേസ്റ്റ് സെയിം ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നിട്ടുള്ളവരൊന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇനിയും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാൻ ആരും തന്നെ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.